ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെയും അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിലെ ഈ ആഴ്ച എന്ന് പറയാം, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന ശനിയാഴ്ച വരെയുള്ള വിശേഷങ്ങളുമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ പല സത്യങ്ങളും തെളിയാൻ പോവുകയാണ് ഇനിയിപ്പോ ഈ ആഴ്ച നമ്മുടെ വിശേഷങ്ങളില്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ നയനയാണ് കരള് കൊടുത്ത് ദേവയാനിയെ സഹായിച്ചത്. അപ്പൊ ആ ഒരു സത്യം അറിയാവുന്ന കുറച്ച് ചുരുക്കം പേര് മാത്രമേ അനന്തപുരി തറവാട്ടിലുള്ളൂ. ജലജയ്ക്കോ ജാനകിക്കോ ദേവയാനിക്കോ ഒന്നും ആ സത്യം അറിയില്ല. ആ ഒരു സത്യം ഇനി മറച്ചു വെച്ചത് മതിയായി എന്ന് നമ്മുടെ ദേവയാനിക്ക് തോന്നുകയാണ്. എങ്കിൽ പിന്നെ പറഞ്ഞേക്കാം. പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് ദേവയാനിക്ക് അറിയാം. തന്റെ മകളെ അവിടെ എല്ലാവരും അവഗണിക്കുന്നുണ്ട്. അതുപോലെ ദേവയാനിക്ക് ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ നിന്ന് സ്നേഹിക്കാനേ പറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പൊ ആ ഒരു സത്യവും കൂടി ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നവ്യയുടെയും ജലജയുടെയും ആ ഒരു അഹങ്കാര വർത്തമാനം തന്നെയാണ്. ആ കുഞ്ഞിനെ ഒന്നും നവ്യയുടെ കുഞ്ഞിന്റെ അടുത്തേക്ക് വരാൻ കൂടി സമ്മതിക്കുന്നില്ല നവ്യ. അത് വേറൊന്നും കൊണ്ടുമല്ല, ആ കുഞ്ഞ് ആദർശിന്റെ അവിഹിതത്തിലുള്ളതാണ് എന്ന് അറിയുമ്പം നവ്യക്കുണ്ടായ ആ ഒരു മനസ്സിലെ ആ ഒരു മനോവിഷമം എന്ന് പറയാം. നയനിയുടെ ജീവിതം നശിപ്പിച്ചുവല്ലോ എന്ന ആ ഒരു ചിന്തയാണ് നമ്മുടെ നവ്യക്കുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനോടുള്ള ഒരു വിരോധം. പക്ഷെ അങ്ങനെയല്ല ജലജയ്ക്കാണെങ്കിൽ ഒറ്റ ഒരെണ്ണത്തിനെ കാണാൻ പറ്റില്ല. നമ്മുടെ അനന്തപുരി തറവാട്ടിലുള്ള ഒറ്റ ഒരെണ്ണത്തിന് ഇഷ്ടമല്ല. മാത്രമല്ല നവ്യയുടെ കുഞ്ഞിനെ ഇഷ്ടമല്ല, സ്വന്തം മകന്റെ കുഞ്ഞിനെ പോലും ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയാണ് അവിഹിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന ഈ ചന്തുമോളെ ഇഷ്ടപ്പെടുന്നത്? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫൈറ്റിംഗ് നടക്കുന്നത്. നയനെ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഇനി മേലാല് കുഞ്ഞിനോട് അതും ഇതും പറഞ്ഞ് കുഞ്ഞിനെ വിഷമിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ നവ്യ അവിടെ നിന്ന് തർക്കിക്കുകയാണ്. നവ്യ തർക്കിക്കുന്നതിന്റെ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജലജ അത് ഏറ്റുപിടിക്കുന്നു. അങ്ങനെ നവ്യയും ജലജയും ഒരു കക്ഷിയായിട്ട് നിന്ന് നമ്മുടെ നയനയോട് ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, നവ്യേച്ചി ഒരു കാര്യം ഓർക്കണം. ഈ സ്ത്രീ എന്തും ഏതും വിളിച്ചു പറഞ്ഞു കൊള്ളട്ടെ, കാരണം ഈ സ്ത്രീ അങ്ങനെയാണ്. പക്ഷേ നവ്യേച്ചി ഒരു കാര്യം ഓർക്കണം. ചന്തുമോള് ആരുടെ കുട്ടിയോ ആകട്ടെ, പക്ഷെ അതൊരു പിഞ്ചു കുഞ്ഞാണ്. ആ കുഞ്ഞിന് എന്തറിയാം? അവളെ എൻ്റെ മോളായിട്ട് ഞാൻ അംഗീകരിച്ചുവെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം? എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമാണ്. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്റെ കുഞ്ഞാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നവ്യേച്ചി എന്തിനാ ഈ അപ്പച്ചിയുടെ ഒക്കെ കൂടെ കൂടി ഇങ്ങനെ സ്വഭാവം മാറ്റുന്നത്? പഴയ ആ ഒരു ഇതിലേക്കാണോ നവ്യേച്ചിയുടെ പോക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നയനെ നിന്റെ ജീവിതം നശിപ്പിച്ച ആദർശ ഏട്ടനെയും ആ ചന്തുമോൾ എന്ന് പറയുന്ന ആ പിഞ്ചു കുഞ്ഞാണെങ്കിൽ പിഞ്ചു കുഞ്ഞ്, അതിനെയും എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. നിന്റെ ജീവിതം നശിപ്പിച്ചതാണ്, അത് നീ മറന്നു പോകുന്നു. അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും സഹിക്കില്ലത്. അച്ഛനും അമ്മയും സങ്കടപ്പെടുന്നുണ്ട് നിന്റെ കാര്യം ഓർത്തിട്ട്. എന്നിട്ട് എന്തിനാ നീ വെറുതെ ആ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? വെറുതെ അല്ല, അത് എന്റെ കുഞ്ഞ് തന്നെയാണ്. ഇനി ഇവിടെ ആരും മിണ്ടിപ്പോകരുത്, അത് എന്റെ കുഞ്ഞല്ല എന്ന് അങ്ങനെ ആരെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വേറൊന്നും അല്ലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ നയന പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ ഉള്ളവരായിരിക്കും പുറത്തു പോകുന്നത്, ചന്തുമോളെ പുറത്താക്കാൻ നോക്കിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏതായാലും ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ നയനെ അങ്ങ് പോകുമ്പോഴത്തേക്കും ജലജ വീണ്ടും എരിവ് കുത്തിവെക്കാണ് നവ്യോട്. കണ്ടില്ലേ, മോളെ പോലും ഇപ്പൊ ഇഷ്ടമല്ല. നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ കുടുംബത്തിലുണ്ടായ ആദ്യത്തെ കുഞ്ഞ് ഏതാണ്? നിന്റെ കുഞ്ഞല്ലേ. ആ കുഞ്ഞിനെ പോലും ഒന്ന് സ്നേഹിക്കാനോ എടുക്കാനോ കൊഞ്ചിക്കാനോ ഒന്നും നയന താല്പര്യപ്പെടുന്നില്ല. അപ്പോഴും അവള് കൊഞ്ചിക്കുന്നത് അവിഹിതത്തിലുണ്ടായ സ്വന്തം ഭർത്താവിന്റെ കുഞ്ഞിനെയാണ്. ഓ, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുവോ നവ്യെ? നിന്റെ കുഞ്ഞിനെ അല്ലായിരുന്നു എല്ലാവരും സ്നേഹിക്കേണ്ടത്? ഇപ്പൊ സ്നേഹം മുഴുവൻ കിട്ടുന്നത് വലിഞ്ഞു കയറി വന്ന അവക്ക്. നീ ഇത് അനുഭവിക്ക. നീ ഒരു കാര്യം ഓർത്തോ, ആ ചന്തുമോളെ ഇവിടുന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഞാനും നീയും അടക്കം അഭിയും നിന്റെ കുഞ്ഞുണ്ടല്ലോ, എന്റെ മകന്റെ കുഞ്ഞ്, അതുവരെ പുറത്താകേണ്ടി വരും. പറഞ്ഞിട്ട് പോയത് കേട്ടോ നിന്റെ അനിയത്തി. നിന്നെ പുറത്താക്കാനും അവള് മടിക്കില്ലെന്നാ അവള് പറഞ്ഞ അവരെ സ്വരത്തില്. ഓഹോ, അങ്ങനെയാണ് എന്റെ അനിയത്തി പറഞ്ഞതെങ്കിലേ ആരാ പുറത്താകാൻ പോകുന്നതെന്നേ എന്റെ അമ്മായിയമ്മ കണ്ടോ എന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവാണ്. അപ്പൊ നവ്യനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ എരിവ് കയറ്റാണ് കേട്ടോ.
ജലജ. ഏതായാലും നവ്യ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എടി നിന്റെ ചേച്ചീനെയും തല്ലിപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയതല്ലേടി. ഏറ്റടി ഞാൻ തമ്മി തല്ലിച്ച് കുളവാക്കി തരൂടി ഞാൻ. എന്തൊരു സ്നേഹമായിരുന്നു അനിയത്തിയും ചേച്ചിയും തമ്മില്. സ്നേഹം അങ്ങ് കവിഞ്ഞൊഴുകുമല്ലായിരുന്നു. ഇനി കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോയി. ഈ കുഞ്ഞിന്റെ അടുത്തേക്ക് വീണ്ടും നമ്മുടെ നയന ചെല്ലാണ്. അപ്പൊ നയന ചെന്നിട്ട് പറഞ്ഞു, അല്ല മൂക്ക് വിശക്കുന്നില്ലേ, ബാ നയനാമ്മ ചോറ് വാരിത്തരാന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അവിടെ നമ്മുടെ ദേവയാനി എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നയനയും ചന്തുമോളും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചന്തുമോളെ കണ്ടതും നമ്മുടെ ദേവയാനി ഉണ്ടാക്കിയ ആ ഒരു സ്നാക്സ് ഒക്കെ നീ ഒരു കാര്യം ചെയ്യുന്ന അതിനാ ആ കുട്ടിക്ക് ഇത് എടുത്തു കൊടുക്കുക എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ചോദിച്ചു, അല്ല ദേവയാനി അല്ല നയന ചോദിച്ചു, അതൊക്കെ അമ്മയ്ക്ക് എടുത്തു കൊടുത്താല് അമ്മ ഉണ്ടാക്കിയതല്ലേ, ഇത് കൊച്ചു കുട്ടികൾ കഴിക്കുന്ന സ്നാക്സ് ആണല്ലോ, അപ്പൊ ചന്തുമോൾക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞപ്പോ എന്ത് ചന്തുമോൾക്കും കിന്തുമോൾക്കും ഒന്നും അല്ല ഞാൻ ഉണ്ടാക്കിയത്, ഇത് കൊച്ചു കുട്ടികൾ മാത്രമല്ല എല്ലാവരും കഴിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്തുമോൾ ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ ദേവയാനിയെ നോക്കി. അപ്പൊ ദേവയാനി ചോദിച്ചു, എന്തിനാടി നീ എന്നെ നോക്കി ചിരിക്കുന്നത്, ഞാൻ നിന്നെ നോക്കി ചിരിച്ചോ, ഇല്ലല്ലോ. അപ്പോഴത്തേക്കും നയന പറഞ്ഞു, ഈ നിൽക്കുന്ന മുത്തശ്ശിക്കേ മോളോട് വഴക്കുണ്ടാക്കാൻ അറിയത്തില്ല, സത്യത്തില് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നതാ മോളീ കാണുന്നത്, എന്നിട്ടോ അതൊട്ട് ഏക്കുന്നുമില്ല, അതും കൊണ്ടാ മുത്തശ്ശി കൊച്ചിന് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തന്നത്. ഇനിയിപ്പൊ മുത്തശ്ശിയുടെ കൈ കൊണ്ട് എടുത്തു തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സ്നാക്സ് ഒക്കെ സ്നേഹത്തോടു കൂടി മോക്ക് തരാൻ വേണ്ടി ഈ മുത്തശ്ശി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ, നയനാമ്മ എടുത്തു തരാമെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തപ്പോഴത്തേക്കും പിന്നെ സ്നേഹത്തോടു കൂടി ഇവക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ഇങ്ങ് പോവാ. പക്ഷെ ദേവയാനിയുടെ മനസ്സിൽ ചന്തുമോളോട് സ്നേഹം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ആദർശനോട് പറയാണ്, നയന ഈ സത്യം ഇനി അമ്മ അറിയണം, അമ്മ അറിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, അമ്മ അറിഞ്ഞേ പറ്റൂ, അതുകൊണ്ട് ഞാൻ ഈ സത്യമെല്ലാം അമ്മയോട് തുറന്നു പറയാൻ പോവുക. എന്തിനാണ് ആദർശേട്ടാ ഇതൊക്കെ മറച്ചു വെക്കുന്നത്, ചന്തുമോള് അഭിയുടെ കുഞ്ഞാണെന്ന് തന്നെ അമ്മ അറിയണം, അമ്മയ്ക്ക് ആദർശേട്ടനോടുള്ള ഈ ഒരു ദേഷ്യം അത് മാറിയേ പറ്റൂ, അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് പറയാൻ പോവാന്ന് പറഞ്ഞപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, അത് വേണോ, അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടോ, അതിനിപ്പോ അറിഞ്ഞു കഴിഞ്ഞാല് അത് വേണോ നയനാന്ന് ചോദിച്ചപ്പോ അത് വേണം, ഈ അമ്മയ്ക്ക് ഈ മോനോടുള്ള വാശിയും വൈരാഗ്യവും, ഈ മോനെ അമ്മയ്ക്ക് വൃത്തികെട്ടവൻ എന്നൊരു ചിന്തയുണ്ട്, ഈ വൃത്തികെട്ടവനല്ല എൻ്റെ ആദർശേട്ടൻ എനിക്ക് തെളിയിച്ചേ പറ്റൂ, അതുകൊണ്ട് ഇവിടെ വെച്ചൊന്നും പറയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും നിന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവയാനിയും കൂട്ടി നയന ഒരിടത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇത് എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്, അല്ല വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത കാരണം എന്ത് കാര്യമുള്ളത്, എന്താ മോളെ എന്ന് ചോദിക്കുമ്പം അത് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ദേവയാനി ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി ആ ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയിട്ട് ദേവയാനി ചോദിക്കുക, ഇനിയെങ്കിലും മോളെ നീ പറ, നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്. അത് പിന്നെ വേറൊന്നുമല്ല, ആദർശേട്ടനെ അമ്മ തെറ്റുകാരനായിട്ടല്ലേ കണ്ടിരിക്കുന്നത്, ആദർശേട്ടൻ എല്ലാ തെറ്റും ചെയ്ത ഒരു വൃത്തികെട്ടവനായിട്ടല്ലേ കണ്ടിരിക്കുന്നത്, അതും ചന്തുമോളുടെ അച്ഛൻ, അവിഹിതത്തിലുണ്ടായ ഒരു കുഞ്ഞിന്റെ അച്ഛൻ, ഒരു കാമുകിയെ ചതിച്ചു വഞ്ചിച്ചു പറ്റിച്ച് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്ത ഒരു കാമുകൻ, ഇതൊക്കെ ആയിട്ടാണല്ലോ അമ്മ എൻ്റെ ആദർശേട്ടനെ കാണുന്നത്. പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ, ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല. ഓ, ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനല്ലെന്ന് എന്തിനാ മോളെ നീ വെറുതെ എന്നോട് ഇത്രയ്ക്ക് പച്ചക്കള്ളം പറഞ്ഞ് നിന്റെ ഭർത്താവിനെ വെളുപ്പിക്കാൻ നോക്കുന്നത്, ഒരിക്കലും വെളുപ്പിക്കാൻ നോക്കേണ്ട കാര്യമില്ലമ്മേ, ഞാൻ അങ്ങനെ കള്ളം പറയാറില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല, അപ്പോൾ ചന്തുമോളുടെ അച്ഛൻ ആരാ അത് നീ കണ്ടുപിടിച്ചോ, അത് കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ ഇതൊന്നും സമ്മതിച്ച് തരില്ല എന്ന് പറഞ്ഞപ്പോ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അല്ല അതാരാ അത് നീ ആദ്യം പറ, അത് വേറെ ആരുമല്ല, അത് അഭിയ. ഇത് കേട്ടത് ഞെട്ടിപ്പോവാണ് കേട്ടോ നമ്മുടെ ദേവയാനി. മോളെ എന്താ ഞാൻ ഈ കേൾക്കുന്നത്, അതെ ചന്തുമോളുടെ അച്ഛൻ അഭിയ, എന്നിട്ടും എന്തിനാ നീ ഇത് മറച്ചു വെക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ടും, അതെ ഇതൊക്കെ അറിഞ്ഞു, ഇതൊക്കെ സത്യം തന്നെയാണ്, കിരടേറ്റന്റെ കയ്യിലാണ് DNA ടെസ്റ്റിനുള്ള എല്ലാം കൊടുത്തത്, അങ്ങനെ DNA ടെസ്റ്റ് കഴിഞ്ഞ് അതിന്റെ ഫലവും വന്നു, ആ ഫലത്തിലാണ് കണ്ടത് ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്ന്. അപ്പോൾ എന്തിനാ മോളെ ഇത് മറച്ചു വെക്കുന്നത്, എൻ്റെ മോനെ ഞാൻ ഇത്രയും നാൾ വെറുതെ വെറുത്തല്ലോ, എൻ്റെ മോനെ ഇത്രയും നാൾ ഞാൻ വിശ്വസിക്കാതിരുന്നല്ലോ, അതൊക്കെ ശരിയാണ്, അതൊക്കെ അമ്മ പറയുന്നത് ശരിയാണ്, പക്ഷെ ഈ ഒരു സത്യം തൽക്കാലം പുറത്തു പറയാൻ പറ്റില്ല,
ഇത് മുത്തശ്ശനും അറിയാം. അച്ഛനും ഇതറിയാന്നോ? ആ അതെ, ഇത് അച്ഛനും അറിയാം. അച്ഛനോട് ഞങ്ങള് റിസൾട്ട് കിട്ടിയെന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അച്ഛന് ഞങ്ങൾ കൊടുത്ത വാക്ക്, ആ വാക്കിന്റെ പുറത്താണ് അഭിയുടെ കാര്യം ആരോടും പറയാത്തത് എന്ന് പറഞ്ഞ് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. മുത്തശ്ശൻ ചങ്കിൽ കൈവച്ച് കുഴഞ്ഞ് വീഴാറായതും മുത്തശ്ശന് വാക്ക് കൊടുത്തതും ആദർശേട്ടൻ തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞോളാമെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സത്യം അറിഞ്ഞതോടെ നമ്മുടെ ദേവയാനി ആദർശന്റെ അടുത്ത് ചെല്ലുകയാണ്. മോനെ, എനിക്ക് മാപ്പ് തരൂ മോനെ എന്നും പറഞ്ഞ് നമ്മുടെ ആദർശന്റെ കാലും കൈയും പിടിക്കുന്നുണ്ട് കേട്ടോ. ആദർശ് ഏതായാലും മാപ്പ് കൊടുക്കാതിരിക്കും. നമ്മുടെ ദേവയാനിയോട് പറയുന്നുണ്ട്, സാരമില്ല, അതാരാണെങ്കിലും അങ്ങനെയൊക്കെയല്ലേ വിശ്വസിക്കത്തുള്ളൂ, അത് സാരമില്ല അമ്മയെന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നമൊക്കെ മാറാണ്. ഏതായാലും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ വീണ്ടും നയനയെ കുറിച്ചുള്ള അപവാദങ്ങൾ പൊങ്ങി വരികയും നയനയെ വൃത്തികെട്ടവളായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനിടെ നമ്മുടെ ദേവയാനി ആ ഒരു സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. അപ്പം പൂജാമുറിക്കകത്ത് നമ്മുടെ നയനെ പൂജിക്കുന്നു. ആ ഒരു സമയത്ത് ദേവയാനി എല്ലാവരെയും വിളിക്കുകയാണ്, ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നു. എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ഇവിടെ വെച്ചൊരു സത്യം തുറന്നു പറയുകയാണെന്ന് പറഞ്ഞാണ് ആ ഒരു സത്യം തുറന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അന്താളിച്ചു പോവാണ് കേട്ടോ. സത്യത്തില് ഈ കരൾ കൊടുത്തത് ആരാണെന്ന് ഇതുവരെ അറിഞ്ഞില്ലായിരുന്നല്ലോ. അപ്പൊ ആ ഒരു അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ. നമ്മുടെ നയനിയും ദേവയാനിയും ഒന്നിച്ചു എന്നറിയുമ്പോൾ ഒരിക്കലും അടങ്ങിയിരിക്കാത്ത ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ അനാമികയും, പിന്നെ വേറൊരാളുണ്ട് ജലജയും, പിന്നെ ഉള്ളത് നമ്മുടെ ജാനകിയുമാണ്. അപ്പൊ ഏതായാലും ഇനി അങ്ങോട്ട് നമ്മുടെ നയനയുടെയും ദേവയാനിയുടെയും ആ ഒരു ബന്ധത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താണ്. അപ്പൊ നാളത്തെ വിശേഷവും ഇനിയിപ്പം അടുത്ത ആഴ്ച വരാൻ പോകുന്ന വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പുതിയ അപ്ഡേഷനുകൾ വരികയാണെങ്കിൽ, നമുക്ക് പുതിയ അപ്ഡേഷനുകൾ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.